നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദേശമംഗലം പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയെന്ന് ആരോപണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. CPM മുൻ ലോക്കൽ സെക്രട്ടറി KS ദിലീപിന്റെ നേതൃത്വത്തിൽ വനിതാ മെമ്പർമാരടക്കമുള്ള പ്രതിപക്ഷാംഗങ്ങളെ കയ്യേറ്റം ചെയ്യുകയും മിനിറ്റ്സ് ബുക്ക് അടക്കം പഞ്ചായത്തിന്റെ രേഖകൾ നശിപ്പിക്കുകയും ചെയ്തെന്ന് UDF ആരോപിച്ചു. പഞ്ചായത്ത് ചാർജ് വഹിക്കുന്ന സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ഗുണ്ടാവിളയാട്ടം അരങ്ങേറിയതെന്നും UDF ആരോപിച്ചു. വനിതാ മെമ്പർമാർക്കെതിരെ കയ്യേറ്റവും അസഭ്യവർഷവും ചെയ്ത് CPM പ്രവർത്തകരായ ബേബീഷ്, ഷാജി എന്നിവർക്കെതിരെ വനിതാ അംഗങ്ങൾ പരാതി നൽകി. സംഭവത്തിൽ UDF അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി പ്രതിഷേധിച്ചു. CPMന്റേത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെ രാഷ്ട്രീയപരമായും ആശയപരമായും നേരിടുമെന്നും കുത്തിയിരിപ്പ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർലമെന്ററി ലീഡർ PS ലക്ഷ്മണൻ പറഞ്ഞു. ഇന്ന് നടന്ന പഞ്ചായത്തിന്റെ അകത്ത് കയറി നടന്ന അക്രമത്തിനെതിരെ അടുത്തു തന്നെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് UDFന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് പോലീസ് ഒപ്പം നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത്. ഉത്തമ ബോധ്യമായ പോലീസ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാതെ മാത്രമല്ല അതിനെ കൂടുതൽ ഊക്കത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന നടപടികളുമായാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്. പോലീസിനോടും പറയാനുള്ളത്, പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയോടും പറയാനുള്ളത്, പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനോടും പറയാനുള്ളത്, ഇതുകൊണ്ടൊന്നും ഈ സമരം അവസാനിക്കില്ല. രാഷ്ട്രീയപരമായ പകപോക്കലിന് ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്രട്ടറിയോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ പറയുന്നു, നീ അനുഭവിക്കും, ഈ പഞ്ചായത്ത് അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മെമ്പർമാരായ PA ഷാനവാസ്, സലാം മാഷ്, സന്ധ്യ ടീച്ചർ, ഇബ്രാഹിം, നസീറ സുധീർ, സമീറ സിറാജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, തളി. തുടർച്ചയായി പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് വാർഡംഗത്തെ അയോഗ്യനാക്കി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ നടപടി. ദേശമംഗലം 6ാം വാർഡ് മെമ്പർ PI ഷാനവാസിനെയാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് KA ഷൺമുഖൻ അയോഗ്യനാക്കിയത്. 5 കമ്മിറ്റി യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്തതിനെ തുടർന്നാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം നടപടി. അതേസമയം തന്നെ അയോഗ്യനാക്കിയതിന് പിന്നിൽ CPM നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണെന്ന് PI ഷാനവാസ് ആരോപിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കത്ത് തന്നു വിളിച്ച യോഗങ്ങളിൽ മുഴുവൻ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ് താൻ. ജനപ്രതിനിധിയെ ഇത്തരം കാരണമില്ലാതെ പുറത്താക്കാനുള്ള ഒരധികാരവും ചാർജ് വഹിക്കുന്ന സെക്രട്ടറിക്ക് ഇല്ല. ഉദ്യോഗസ്ഥനെതിരെ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഷാനവാസ് പറഞ്ഞു. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനപ്രതിനിധി അയോഗ്യനാക്കേണ്ടതിന് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയും പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഒരു സംവിധാനം തികച്ചും രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഞാൻ അവിടെ കമ്മിറ്റികളിൽ പങ്കെടുത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ പങ്കെടുത്ത രേഖകൾ 23/8, 18/9, 24/6 ഒക്കെ ഇതിൻ്റെ സകർമ്മ എന്ന് പറയുന്ന ഇതിൻ്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അല്ലാതെ ഒരു തരത്തിലും ഒരു സെക്രട്ടറിക്ക് ഇത്തരം നടപടിയെടുക്കാൻ ഈ പഞ്ചായത്ത് ജനപ്രതിനിധി അയോഗ്യനാക്കാനുള്ള അവസാനത്തെ തീരുമാനം എടുക്കേണ്ടത് കോടതികളും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെയാണ്. എന്നാലും തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരെതിരെ നിയമ നടപടിക്ക് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ പങ്കെടുത്ത രേഖകൾ ഞാൻ ഇവർ പറഞ്ഞ ഡേറ്റിലൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പങ്കെടുത്തിട്ടുണ്ട്. 18/9, 23/8, 24/6 ഒക്കെ ആ രേഖകളിൽ തന്നെ പങ്കെടുത്തു. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലൊക്കെ പങ്കെടുക്കണം. ഞാൻ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എന്താ പറയുക അയോഗ്യത കൽപ്പിക്കുക, അത് രാഷ്ട്രീയത്തിലാണ്. ആ രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ നിയമപരമായിട്ടും അത് നേരിടും.
CPM തൃത്താല ഏരിയ സമ്മേളനത്തിന് ഇരുമ്പകശ്ശേരി VM ബാലൻ മാസ്റ്റർ നഗറിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലാണ് കൃത്യമായി എല്ലാ 3 വർഷം കൂടുമ്പോഴും സമ്മേളനങ്ങൾ ചേരുന്നത്. ആ സമ്മേളനങ്ങളിൽ പാർട്ടിയുടെ രാഷ്ട്രീയ നയവും ആ നയത്തിൻ്റെ നടപ്പിലാക്കലും അതിൻ്റെ ഫലമായിട്ടുണ്ടായ പാർട്ടിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകളുമെല്ലാം സ്വയംവിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും അതിനെല്ലാം ഒടുവിൽ അതാത് തലങ്ങളിൽ പാർട്ടിയെ നയിക്കേണ്ട നേതൃത്വത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഈ ജനാധിപത്യപരമായ പ്രവർത്തന ശൈലി ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ മാതൃക ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയാത്തതാണ്. മുതിർന്ന അംഗം KP രാമചന്ദ്രൻ പതാകയുയർത്തി. ഏരിയ കമ്മിറ്റി അംഗം TP കുഞ്ഞുണ്ണി, താൽക്കാലിക അധ്യക്ഷനായ ചടങ്ങിനെ സംഘാടക സമിതി ചെയർമാൻ K ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. VK മനോജ് കുമാർ രക്തസാക്ഷി പ്രമേയവും MK പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ P മമ്മിക്കുട്ടി MLA, VK ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുചർച്ചയും നടന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് 4:30 1000 റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും ബഹുജന റാലിയും ആറങ്ങോട്ടുകര സെന്ററിൽ നിന്ന് ആരംഭിക്കും. തുടർന്ന് പൊതുസമ്മേളനം ഇരുമ്പകശ്ശേരി AUP സ്കൂൾ ഗ്രൗണ്ടിലെ M ചന്ദ്രൻ നഗറിൽ സംസ്ഥാന കമ്മിറ്റി അംഗം MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. CCTV ന്യൂസ് തൃത്താല. CPM തൃത്താല ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് തിരുമിറ്റക്കോട് ഇരുമ്പകശ്ശേരി UP സ്കൂൾ അങ്കണത്തിൽ മെഗാ തിരുവാതിര നടന്നു. വ്യാഴാഴ്ച വൈകിട്ട് നടന്ന മെഗാ തിരുവാതിരയിൽ 100 കണക്കിന് വനിതകൾ അണിനിരന്നു. തൃത്താല ഏരിയ സമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് തിരുമിറ്റക്കോട് പഞ്ചായത്ത് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. കൂട്ടുപാത ആറങ്ങോട്ടുകര റോഡിൽ കോഴിക്കാട്ടിരി പാലത്തിനു സമീപത്തെ വളവിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ആറങ്ങോട്ടുകര ഭാഗത്തു നിന്നും കൂട്ടുപാത ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാർ യാത്രികർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. 1 മാസത്തിനിടെ 5ഓളം അപകടങ്ങളാണ് പാതയിലെ 1/2 കിലോമീറ്ററോളം ദൂരത്തിനിടയിൽ സംഭവിച്ചത്. അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡിൽ കൂടുതൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മുതുമല കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. അടുത്ത അധ്യയന വർഷം പുതിയ കെട്ടിടം തുറന്നു കൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിന്നും 1,30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2 നില കെട്ടിടത്തിൽ 4 ക്ലാസ് മുറികളാണ് ഉണ്ടാകുക. കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഉടൻ തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനെത്തിയ മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. അത് നേരത്തെ കിഫ്ബിയിൽ പ്രഖ്യാപിച്ചതാണ്. 1 കോടി രൂപയാണ് അതിന് അനുവദിച്ചിരുന്നത്. ചില സാങ്കേതിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഫണ്ട് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ട് നിർമ്മാണം കുറച്ചു കാലം നമുക്ക് ആരംഭിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഗവൺമെൻറ് 30 ലക്ഷം കൂടി അനുവദിച്ചുകൊണ്ട് 1,30 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഇപ്പോൾ അത് വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിൽ പുതിയ ക്ലാസ് മുറികളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും. ഈ സ്കൂളിൽ നേരത്തെ MLA ഫണ്ടിൽ ഒരു ബസ്സും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. കൊടുമുണ്ട സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സ്കൂളാണ്, ഒരുപാട് സാധ്യതകളുള്ള സ്കൂളാണ്. എന്നാൽ കെട്ടിടത്തിൻ്റേതായ ചില കുറവുകളും മറ്റുമുള്ളത് കൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇപ്പോൾ അതിന് വലിയൊരു പരിഹാരമാകും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ മറ്റൊരു നിർമ്മാണം അപ്പുറത്ത് നടന്നിട്ടുണ്ട്. മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്കൂളിലും പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ വൈകിയിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. MLAക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, സ്കൂൾ പ്രിൻസിപ്പൽ മായ, മറ്റു ഉദ്യോഗസ്ഥർ, PTA ഭാരവാഹികൾ എന്നിവരും ഉണ്ടായിരുന്നു.
ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഡിസംബർ 10 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. ചാലിശ്ശേരി മണ്ഡലം UDF ചെയർമാൻ PV ഉമർ മൗലവിയുടെ അധ്യക്ഷതയിൽ നിയോജക മണ്ഡലം UDF കൺവീനർ SMK തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജക മണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, ചാലിശ്ശേരി മണ്ഡലം UDF കൺവീനർ PI യൂസഫ്, PC ഗംഗാധരൻ, AM ഷഫീഖ്, ഫൈസൽ മാസ്റ്റർ, സ്ഥാനാർത്ഥി K സുജിത തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ലബ്ബ് ഭാരവാഹികളുടെ യോഗം ചേർന്നു. പട്ടാമ്പി നഗരസഭ കേരളോത്സവത്തിനോടനുബന്ധിച്ചാണ് നഗരസഭയിൽ ഉൾപ്പെട്ട വിവിധ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലബ് മീറ്റ് സംഘടിപ്പിച്ചത്. കലാകായിക മത്സരങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള ട്രോഫി പ്രസന്റേഷൻ പരിപാടിയും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ P വിജയകുമാർ, KT റുക്കിയ, കൗൺസിലർമാരായ KT ഹമീദ്, CS സാജിദ്, M ശ്രീനിവാസൻ, C സംഗീത, PK മഹേഷ്, CA റാസി, P മുനീറ, K പ്രമീള, വിവിധ ക്ലബ്ബുകളുടെ ഭാരവാഹികളും കേരളോത്സവം കോർഡിനേറ്റർമാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തളി വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിൽ തുലാഭാരത് റാസ് വഴിപാടായി സമർപ്പിച്ചു. ചേലക്കര മൂക്കാരിക്കുന്ന് വീട്ടിൽ ഗംഗാദേവി, അന്തിക്കാട്ട് വീട്ടിൽ ശിവകുമാർ നായർ, റീന ശിവകുമാർ, സജിൻ ശിവകുമാർ, ആദിത്യ ശിവകുമാർ എന്നിവർ ചേർന്നാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം മൂത്താടികൾ ശങ്കരനാരായണൻ, ട്രസ്റ്റ് പ്രസിഡന്റ് ശിവശങ്കരൻ അടികൾ, മറ്റ് ഭക്തജനങ്ങളും പങ്കെടുത്തു. വല്ലപ്പുഴ OALP സ്കൂളിൽ വിജയോത്സവം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ കായികമേള, ശാസ്ത്രമേള, കലാമേള, സാമൂഹ്യശാസ്ത്രമേള, ഗണിത പ്രവൃത്തി പരിചയമേള എന്നിവയിൽ വിജയകിരീടം ചൂടിയ വല്ലപ്പുഴ OALP സ്കൂളാണ് വിജയോത്സവം വിപുലമായ പരിപാടികളോടെ നടത്തിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൾ ലത്തീഫ് വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. സാധാരണയായി വിദ്യാർത്ഥികളെ പഠന മികവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് ഇരിക്കുന്നത്. വീടുകളിൽ കൂടുതൽ അഭിനന്ദിക്കപ്പെടുക അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുക ഈ സ്പോർട്സും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊന്നും വലിയ ശ്രദ്ധ കൊടുക്കുന്ന ഭൂരിഭാഗം ആളുകളും അറിയാം. രക്ഷിതാക്കളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ്. ചില രക്ഷിതാക്കളൊക്കെ ചിലപ്പോൾ നല്ല പിന്തുണയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും. എന്നാലും നമ്മുടെ കുട്ടികളിലെ സർഗാത്മകമായ, കലാപരമായ, കായികപരമായ ഒരുപാട് കഴിവുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കി അതിനെ കൂടുതൽ പരിപോഷിപ്പിച്ചെടുക്കുക, അതിനെ കൂടുതൽ നവീകരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ CK ബാബു അധ്യക്ഷനായിരുന്നു. പ്രധാനാധ്യാപിക M റംല, PTA പ്രസിഡന്റ് റഫീഖ്, മാനേജർ മൊയ്തീൻകുട്ടി ഹാജി, SRG കൺവീനർ സ്മിത എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടൊപ്പം PTA ജനറൽ ബോഡി യോഗവും നടന്നു. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഓവറോൾ, ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള, പഞ്ചായത്തല കലോത്സവം, സബ് ജില്ലാ കലോത്സവം എന്നിവയിലെല്ലാം ഓവറോൾ നേട്ടമാണ് വിദ്യാലയം കരസ്ഥമാക്കിയിരുന്നത്. മറ്റു മേളകളിലും മികച്ച നേട്ടമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. മികച്ച നേട്ടം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ആദരം നൽകി. ഇതോടെ നിളയര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.